Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 ബ്രില്യൻറ്റ് ബൂസ്റ്റ് സെക്ഷനുമായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചോദ്യമാണ്, ഒരു ദിവസം ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ജൂൺ മാസം 1-നാണ് നമ്മുടെ 5ാമത്തെ ബാച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ 4ഓളം സക്സസ്ഫുൾ ബാച്ചസ് റൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 5ാമത്തെ ബാച്ച് ആയിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസ് ബേസ്ഡ് നോട്ട്സ്, ഓരോ ടോപ്പിക്കിന്റെയും റിവിഷൻ ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ, പോയിന്റ്സ് ടു നോട്ട്, ഫ്ലാഷ് കാർഡ്സ് എന്നിങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കോഴ്സ് ആയിരിക്കും ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിനായിട്ട് നമ്മൾ നടത്തുന്നത്. കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്വയറീസോ ഡൗട്ട്സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9995264596 ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഓപ്പൺ ചാലഞ്ചുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡെയിലി ഇതേ സമയത്ത് 8:30 മണിക്ക് തന്നെയായിരിക്കും അടുത്ത വീഡിയോയും പോസ്റ്റ് ആവുന്നത്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളത് മറക്കാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോൺടാക്റ്റിൽ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും ഡെയിലി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുമായിട്ടാണ് ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ 8 ആയിട്ടാണ്. 8ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഇന്നലത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം, അതിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കാം. വിച്ച് സെൽസ് ഓഫ് ബ്ലഡ് ആർ സ്പെസിഫിക്കലി ഇൻഫെക്റ്റഡ് ബൈ HIV അഥവാ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്? പ്ലേറ്റ്ലെറ്റ്സ്, CD4 ലിംഫോസൈറ്റ്സ്, CD8 ലിംഫോസൈറ്റ്സ്, ഈസ്നോഫിൽസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ്. HIV പ്രൈമറിലി ഇൻഫെക്ട് ചെയ്യുന്നത് CD4 ലിംഫോസൈറ്റുകളെയാണ്. ഇതൊരു ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിൽ ക്രൂഷ്യൽ ആയിട്ടൊരു റോളുണ്ട് ഇവർക്ക്. അതുപോലെ ഈ ഒരു സെൽസിന് ഹെൽപ്പർ T സെൽസ് എന്നും വിളിക്കാറുണ്ട്. കാരണം അവർ ഇമ്മ്യൂൺ റെസ്പോൺസുകളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, വരുന്ന പാത്തേൺസിന് എതിരായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. HIV എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന CD4 സെൽസിനെ ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി അവരുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു, വീക്കൻഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. സോ അൺട്രീറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ എയ്ഡ്സ് എഫക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ CD4 ലിംഫോസൈറ്റ്സ് ആണ് ഉത്തരം വരുന്നത്. 8ാമത്തെ ചോദ്യം, ദ COVID-19 വാക്സിൻ മാനുഫാക്ചർഡ് ബൈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇസ്? ഓപ്ഷൻ എ കോവാക്സിൻ, ഓപ്ഷൻ ബി കോവിഷീൽഡ്, ഓപ്ഷൻ സി സ്പുട്നിക് വി, ഓപ്ഷൻ ഡി ഫൈസർ ബയോഎൻടെക്. നിങ്ങളുടെ ഉത്തരം മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സെഷൻസ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടും മറ്റ് കേരള PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ടും ലോഞ്ച് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഏതാണെന്നുള്ളത് കമ്മ്യൂണിറ്റി ടാബിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കുന്നവരും വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു സെഷൻ എത്ര നാളത്തേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് കമന്റ്സിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റ്സ്, ഫീഡ്ബാക്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് കൂടുതൽ സെഷൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേരള PSCയുടെ എക്സാമിന് ആവശ്യമായിട്ടുണ്ടെങ്കിലും അതും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള സെഷൻസ് മറ്റ് കേരള PSC എക്സാമുകൾക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും അതുപോലെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത സെഷനിൽ നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്